വേറെ വിദ്യാർത്ഥികൾ പറയുമ്പോഴാണ് അറിയുന്നത് ആ ക്ലാസ് റൂമിലെ സീലിംഗ് മൊത്തം തകർന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അത്രയും നേരം ആ ക്ലാസ്സിൽ ഇരുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഒരു ഭീതിയോടെയാണ് അവിടെ ഇരുന്നത്. രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ ക്ലാസ്സാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 50ഓളം വരുന്ന വിദ്യാർത്ഥികൾ ആ ക്ലാസ് മുറിയിൽ ചെല്ലുകയുണ്ടായി. അപ്പോൾ ഒരു ക്ലാസ് തീരെ ഒരു 10 മണി ആകാറായപ്പോൾ ഒരു ക്ലാസ്സിന് ഇടയ്ക്ക് വെച്ചിട്ട് 9:30 ആയപ്പോൾ ഒരു സൗണ്ട് മേളിൽ നിന്ന് കേൾക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫാനിൻ്റെ ശബ്ദമായിരിക്കും എന്ന് ഫാനൊക്കെ ഓഫാക്കി നോക്കി. പക്ഷേ എന്നിട്ടും ടീച്ചർ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പം കുറച്ച് പേര് പറഞ്ഞു ടീച്ചർ അത് മേളിൽ നിന്നാണ് കേൾക്കുന്നത്, സീലിംഗിൽ നിന്നാണ് കേൾക്കുന്നത്, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ കുറച്ച് കഴിഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞു. ടീച്ചർ പിന്നെ ക്ലാസ്സിന് അറ്റൻഡൻസ് എടുത്ത് ക്ലാസ് വിടുകയായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ക്ലാസ് റൂം താഴെയാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് ഞങ്ങൾ ഗ്രൂപ്പിലൂടെ വേറെ വിദ്യാർത്ഥികൾ പറയുമ്പോഴാണ് അറിയുന്നത് ആ ക്ലാസ് റൂമിലെ സീലിംഗ് മൊത്തം തകർന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അത്രയും നേരം ആ ക്ലാസ്സിൽ ഇരുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഒരു ഭീതിയോടെയാണ് അവിടെ ഇരുന്നത്. ഇന്ന് ആ ക്ലാസ് റൂമിൽ ആൾക്കാരില്ലാത്തത് തന്നെ മറ്റ് ആ ക്ലാസ്സിലിരിക്കുന്നവർക്ക് എക്സാം ആയതുകൊണ്ട് മാത്രമാണ് ആ ക്ലാസ് റൂമിൽ ആളില്ലാത്തത്. പക്ഷെ അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾ ഉള്ളതാണ്. ആ സാഹചര്യവും കൂടി കണക്കിലെടുക്കേണ്ടത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ചൊക്കെ നിങ്ങൾ നേരത്തെ പരാതി നൽകിയിരുന്നു. പരാതികൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് മാത്രമല്ല, അതിന്റെ അപ്പുറത്തെ ക്ലാസ്സിലായാലും ഇതുപോലെ സീലിംഗ് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോഴും നോക്കിയാലും കാണാം സീലിംഗ് പൊട്ടി. അതിന്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലായാലും മരത്തിന്റെ വേര് വരെ ഇറങ്ങിയ അവസ്ഥകളുണ്ട്. ഇത് മാത്രമല്ല, ഓരോ ബിൽഡിംഗ് ശ്രദ്ധിച്ചാലും അറിയാം വിള്ളലുകളും പൊട്ടലുകളും എല്ലാം ഉണ്ട്. ഇത് കോളേജ് മാത്രമല്ല, ഹോസ്റ്റലിലും എല്ലാം. ഇപ്പോൾ നോക്കുക, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ വാട്ടർ ഫിൽറ്ററുകൾ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്ന അവസ്ഥയിലുള്ള വാട്ടർ ഫിൽറ്ററുകളാണ് നമ്മുടെ കോളേജിലുള്ളത്. ഞങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് ഈ കോളേജ് തരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പരാതിപ്പെടുമ്പോൾ അധികൃതർ എന്താ ഭാഗത്തുണ്ടാകുന്ന വിശദീകരണം? കത്ത് വാങ്ങിച്ചു വെക്കും, അത് പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ ഇന്നുവരെയും ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ഈ കോളേജിൽ ഇപ്പം ഫ്രണ്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നോക്കിയാൽ തന്നെ അറിയാം, അവിടെ ഒരു കമ്പി പോലും ഇല്ല. അവിടെ നടന്നു പോകുന്ന സ്ഥലത്ത് വെറുതെ ഒരു കയറ് കെട്ടി വെച്ചേക്കാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ കോളേജിൽ നടക്കുന്നത്. അതുതന്നെയാണ് വിദ്യാർത്ഥികളുടെ പരാതി. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളെ സംബന്ധിച്ചും മറ്റും നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ക്യാമറ പേഴ്സൺ ഉണ്ണിപാലയ്ക്കൊപ്പം സഫ്വാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.